സംസ്ഥാനത്ത് വീണ്ടും റെഡ് അലേർട്ട്. 4 ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെതാണ് ഈ അറിയിപ്പ്. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലയ്ക്ക് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജ്യോതിഷ് ജനാർദ്ദനൻ ചേരുന്നു. ജ്യോതിഷെ, ഈ 3 മണിക്കൂറുകൾ കൂടുമ്പോൾ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരികയാണ്. രാവിലെ ഓറഞ്ച് അലേർട്ടായിരുന്നു, പിന്നീട് റെഡ് അലേർട്ട് വന്നു. ഏതാനും ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി മഴ തുടരുമെന്ന് തന്നെയാണല്ലോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. മറ്റ് എന്തെല്ലാം മുന്നറിയിപ്പുകളാണ് ഉള്ളത് ജ്യോതിഷ്? വിനോദ, സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ ഓരോ 3 മണിക്കൂർ ഇടവിട്ട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വടക്കൻ കേരളത്തിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് കോഴിക്കോട്, അതുപോലെ തന്നെ കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രത പുലർത്തണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതിശക്തമായ മഴയ്ക്കാണ് ഇപ്പോൾ സാധ്യത ഉള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ മലയോര മേഖലകളിലുള്ളവരും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ഈ മണിക്കൂറുകളിലൊന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമാണ്. അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് മാത്രമേ ഓരോ കാര്യങ്ങളും ഓരോ തീരുമാനങ്ങളും എടുക്കാവുള്ളൂ എന്നുള്ള നിർദ്ദേശമാണ്. അതുപോലെ തന്നെ ബോട്ടുകളെല്ലാം കെട്ടിയിടുക. അതുകൊണ്ട് കടൽക്ഷോഭത്തിനും വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കടലിലേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം തീരദേശ മേഖലകളിലേക്കും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്താണേലും വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴയ്ക്കാണ് സംസ്ഥാനത്ത് ഇപ്പോൾ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തും ഇപ്പോൾ മഴയുടെ സാധ്യതകൾ കൂടി വരികയാണ്. വ്യക്തമാണ്. സംസ്ഥാനത്ത് വീണ്ടും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 4 ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് ഉള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തലസ്ഥാനത്തു നിന്നും ജ്യോതിഷ് ജനാർദ്ദനൻ.